ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫ്ലവർ വൈസും അതിൽ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് പൂക്കളാണ് റെഡിയാക്കാൻ പോണത്. അപ്പൊ ഒരു സൂര്യകാന്തി പൂവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. കുറച്ച് ക്രൈപ്പ് പേപ്പർ ഉണ്ട്, പിന്നെ കുറച്ച് ക്രാഫ്റ്റ് പേപ്പർ ഉണ്ട് കേട്ടോ. ഒരു കറുപ്പ് കളറിലും ഓറഞ്ച് കളറിലും നമ്മുടെ അടുത്ത് ക്രാഫ്റ്റ് പേപ്പർ ഉണ്ട്. അല്ല, പിന്നെ പച്ച ഉണ്ട് കേട്ടോ, അത് പറയാൻ മറന്നു. പച്ച കളറിലും ഉണ്ട്. അതിലുള്ള കറുപ്പ് പേപ്പർ നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൂര്യകാന്തിയുടെ ഉള്ളിൽ വരുന്ന ആ വിത്തിന്റെ ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ഓറഞ്ച് പേപ്പറും ഇതേപോലെ തന്നെ നമുക്ക് വെട്ടി റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്കിത് അതുപോലത്തെ ഒരു കമ്പിയുടെ കഷ്ണം ആവശ്യമുണ്ട്. അതിന്റെ അറ്റം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വളച്ചെടുക്കാം. വളയൂ, വളയും. അത് നമ്മുടെ ഫെവിക്കോളിലൊന്ന് മുക്കിയെടുത്തതിന്റെ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പേപ്പർ ഇതിലിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് ഈ വെട്ടി വെച്ചതൊക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടാട്ടോ നമ്മൾ റോൾ ചെയ്യണത്. ഉള്ളിലുള്ള ഈ കറുപ്പ് ഭാഗം ഒരു ബ്രൗൺ കളറാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരുന്നു. ഈ ശരിക്കുള്ള സൂര്യകാന്തിക്കൊക്കെ ഒരു ബ്രൗൺ കളറാണ് നമ്മൾ ഉള്ളിൽ കണ്ടിട്ടുള്ളത്. നമുക്ക് ബ്രൗൺ പേപ്പർ കിട്ടാത്തോണ്ടാണ് നമ്മൾ ബ്ലാക്ക് പേപ്പർ എടുത്തത്. പറന്നുപോയി പിടിക്കാവനെ, ഇതിലൊക്കെ പറന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മഞ്ഞ പേപ്പർ വെച്ചിട്ട് ഇതിന്റെ ഇതളുകൾ റെഡിയാക്കി എടുക്കാം. അതിന്ന് ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇതളിന്റെ രൂപത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് നൂർത്തിയിട്ട് അതിൽ വെച്ച് നോക്കിയോ കേട്ടോ. ഇനി ഇതും ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഒരു ഇതള് നിൽക്കണ പോലെ കറക്റ്റ് ആക്കി വെച്ചിട്ടൊക്കെ. അങ്ങനെ നമ്മുടെ പൂവിന്റെ രൂപം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ തണ്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പച്ച പേപ്പർ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പൂവിന്റെ അടിഭാഗത്ത് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. പൂവിന്റെ ഒരു ഞെട്ടി പോലെ അതിന്റെ അടിക്ക് നീളത്തിൽ ഇതുപോലുള്ള ഒരു പേപ്പർ തണ്ട് പോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതേപോലത്തെ ഒരു റോള് നമുക്ക് എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഇല റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ പൂവിന് വെക്കാൻ പോണ ഇല. ഇനി ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഈ തണ്ട് മൊത്തം ഒന്ന് ചുറ്റി കൊടുക്കാം. നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാട്ടോ ഈ തണ്ടിനെ. അതിന്റെ ഒപ്പം നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ഇലയും വെച്ചിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇതിലാണ് പിടിച്ചു നിന്നോട്ടെ. അങ്ങനെ നമ്മുടെ സൂര്യകാന്തി പൂവിന്റെ ഒരു ഏകദേശ രൂപം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ 3 കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മുടെ പൂക്കൾ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് നമുക്കൊരു സ്റ്റാൻഡ് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുള കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഒരു കുറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു കഷ്ണം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് വേണ്ട പോലെ തന്നെ പൊളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു കഷ്ണങ്ങളെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം കേട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു അളവില് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു അളവിൽ നമുക്ക് 8 റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ മുളകളൊക്കെ റെഡി ആയിട്ടുണ്ട്. 8 അല്ല കേട്ടോ, അതിലും കൂടുതലുണ്ട്. ഇതിൽ നന്നല്ലാത്തത് മാറ്റിയിട്ട് നമുക്ക് നല്ലത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ വക്കും തൊക്കൊക്കെ നല്ലോണം പൊന്തി നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കത്തി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ചെത്തി നല്ല കുട്ടപ്പനാക്കി എടുക്കാം. അങ്ങനെ നല്ല 8 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും പിന്നെ നമ്മുടെ ഈ ഒരു കൊട്ട പോലുള്ള ഈ ഒരു സംഭവം ഓരോ പേപ്പർ ഇട്ടൊന്ന് മിനുസാക്കി എടുക്കണം. അപ്പൊ നല്ലപോലെ നമുക്ക് ഇങ്ങനെ പൊടിയൊക്കെ കളഞ്ഞെടുക്കാം. ഈ കളറൊക്കെ മാറിയിട്ട് വേറൊരു കളറിക്കാണ്ടാക്കണം. അങ്ങനെയെല്ലാം നമ്മൾ പരമാവധി ഒരതി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ തമ്മിലൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പൊ ഇതിനെ നമുക്ക് പകുതിയാക്കി എടുക്കാം. ഈ 4 ഏകദേശം ഒരേ ഡിസ്റ്റൻസിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു സമചതുരത്തിൽ കിട്ടണം കേട്ടോ. ഇതിങ്ങനെ വെക്കുമ്പോ ഒരേ ഡിസ്റ്റൻസിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഈ ഒരു രീതിക്ക് നമുക്ക് പശട്ട് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഫ്ലക്സ് ചുക്ക് എടുക്കാം. അതിന് വേണ്ടിട്ട് ഒന്നുകൂടി ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ മുറിച്ചപ്പോ കുറച്ച് പൊടി ശേഖരിച്ച് വെച്ചായിരുന്നു കേട്ടോ. അത് ഈ ഗ്യാപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് പശ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അത് പൊടിയും കൂടി ഇട്ടപ്പോ നന്നായിട്ട് ഒട്ടി സെറ്റ് ആയിട്ടുണ്ട്.
ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇതും കൂടി ഒട്ടിച്ച് വെക്കാം കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു കോണിൽ നമുക്ക് ഒട്ടിച്ച് നിർത്താം. അങ്ങനെ നമ്മുടെ ഫ്ലവർ വൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് അടിച്ചെടുക്കാം. വല്ലാണ്ടൊന്നും അടിക്കണില്ല, ഒരു ചെറിയൊരു ഷെയ്ഡ് മാത്രമേ നമ്മൾ വരുത്തുന്നുള്ളൂ. ഇതിന്റെ മുകളിൽ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈൻ വരഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഒന്ന് ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ വരഞ്ഞു കഴിഞ്ഞാൽ അത് എന്താവുമെന്ന് പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫ്ലവർ വൈസ് ഒരുവിധം കളറൊക്കെ അടിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൂക്കളൊക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്താലോ. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സൂര്യകാന്തി പൂക്കളൊക്കെ ഇതാ വരമ്പത്ത് വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പൊ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെറിയ ഫ്ലവർ വൈസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലത്തെ പൂക്കൾ നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ കൊടുന്ന് വെക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്ലവർ വൈസും പിന്നെ നമ്മുടെ ഈ ഒരു സൂര്യകാന്തി പൂക്കൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.